ഹലോ മൈ ഡിയേഴ്സ്, ക്രിസ്മസ് സീസൺ ആയിട്ടുണ്ട്. നമ്മളിന്ന് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പ്ലം കേക്കാണ് തയ്യാറാക്കുന്നത്. പ്ലം കേക്ക് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്ക് ചെയ്ത് വയ്ക്കുന്നത്. ചിലർ ഒരാഴ്ച സോക്ക് ചെയ്യും, ചിലത് ഒരു മാസം സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഒരു വർഷം വരെ സോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കുന്നവരും ഉണ്ട് കേട്ടോ. റമ്മിന് പകരമായിട്ട് നമുക്ക് ബ്രാൻഡിയും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് ആൽക്കഹോൾ ചേർത്തിട്ടുള്ള പ്ലം കേക്കാണ്. ഞാനിവിടെ പിസ്ത, ആൽമണ്ട്സ്, ഡ്രൈഡ് ആയിട്ടുള്ള റേസൻസും അതുപോലെ തന്നെ ഡ്രൈഡ് ആയിട്ടുള്ള ഡേറ്റ്സ്, ഫിഗ്സ് ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ട്യൂട്ടി ഫ്രൂട്ടിയും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ പ്ലം കേക്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യേണ്ടെന്നുള്ളവരാണെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ട് ഇതേ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഒരു ഹാഫ് ആൻ അവറൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. 1 കപ്പ് പഞ്ചസാര മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെഷറിംഗ് കപ്പാണ്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ് കേട്ടോ. ഇതിലേക്ക് 3 ഏലക്കായ, ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ എന്നിവ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചു വെച്ച പഞ്ചസാര നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ വേറൊരു പാനിൽ 1/4 കപ്പ് പഞ്ചസാര മെഷർ ചെയ്തെടുക്കണം. ഇത് നമ്മൾ കാരമലൈസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറേശ്ശെ ഇത് അലുത്ത് വരും. പഞ്ചസാര അലുത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കാരമൽ പ്രിപ്പയർ ചെയ്തേക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. കണ്ടോ, നല്ലൊരു ഗോൾഡൻ ഷൈനി ആയിട്ടുള്ള ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ അല്ലേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തണുക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം. 1 കപ്പ്, അതായത് 240 ml ഒരു കപ്പിൽ നമുക്ക് മൈദ മെഷർ ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൂട്ടും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിൽ 3 മുട്ട നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ വിസ്ക് ഉപയോഗിച്ചാലും മതി. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. മുട്ട നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പതപ്പിച്ചെടുക്കാം. നേരത്തെ നമ്മൾ സ്പൈസസ് ഒക്കെ ചേർത്ത് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 50 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടറും പഞ്ചസാരയും മാറി മാറി ചേർത്ത് ബീറ്റ് ചെയ്ത് ഇത് എടുക്കാവുന്നതാണ്. നമ്മൾ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുള്ളത് കാരണം ഇപ്പോൾ നല്ലൊരു വാസനയുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വാനില എസൻസ് ആണെങ്കിലും മതി. 1/4 കപ്പ് കാരമലൈസ് ചെയ്തിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഭംഗിയുള്ള ഒരു കളറായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ട് നമ്മുടെ മിക്സ്ചർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ ചേർക്കണം. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാനുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിൽ റമ്മൊക്കെ നന്നായിട്ട് സോക്ക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും നമുക്ക് അരിപ്പയിലൂടെ അരിച്ച് ഇതിൽ കുറച്ച് റം ബാക്കി ഉണ്ടാകും കേട്ടോ. അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ കുറച്ച് മൈദ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ ത്രൂ ഔട്ട് ദ കേക്ക് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കടിക്കാനായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഈ കേക്കിന് താഴെ വന്ന് സിങ്കായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് അരിച്ച് മാറ്റാനായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ റം കളക്ട് ചെയ്യാനായിട്ട് ചെറിയൊരു പാത്രവും വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ടുള്ള റം. നമുക്കിത് മാറ്റി വയ്ക്കാം. മൈദയുടെ കൂട്ടിൻ്റെ പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു മുട്ടയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കോട്ട് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. സ്പീഡ് 1-ലിട്ടിട്ട് മൈദ, മുട്ട എന്നിവ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മൈദ നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഈ ഒരു കൂട്ട് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് 1-ൽ തന്നെ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോക്ഡ് ഡ്രൈ ഫ്രൂട്ട്സിലെ റം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ ബീറ്റ് ചെയ്താൽ നമ്മുടെ കേക്ക് ചിലപ്പോൾ അത്ര സോഫ്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഓവർ ബീറ്റ് ചെയ്യേണ്ട. സ്പീഡ് കുറച്ച് 1-ലിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറയുന്നത്. ഒരു നുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാനായിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഒരു കേക്കിൻ്റെ ടിൻ നമ്മളിവിടെ ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ടിന്നാണ്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഒപ്പം എൻ്റെ മക്കളുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഡെക്കറേഷനായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് എസ്കേപ്പായിട്ട് പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 1 hour ഞാൻ ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 1 hour എൻ്റെ മൈക്രോവേവിൽ ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഓരോ മൈക്രോവേവിലും ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാകും. ഒരു 45 minutes കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പോക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കേക്ക് റെഡിയാണെന്നാണ്. കേക്ക് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് നമ്മുടെ ഫേവറേറ്റ് ഷേപ്പിൽ എടുക്കാവുന്നതാണ്. അങ്ങനെ ഈ വർഷത്തെ റം ചേർത്തിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മെഷർമെൻറ്റിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പ്ലം കേക്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.